ഡൊണാൾഡ് ട്രംപിന് ഇന്ന് ഏറ്റവും വിശ്വാസമുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനെ മാത്രമാണ്. മനുഷ്യന്റെ തലച്ചോറുകളെ കമ്പ്യൂട്ടറുമായി വരെ ലിങ്ക് ചെയ്യുന്ന സാങ്കേതികവിദ്യ വളർത്തിയെടുക്കുന്ന, ചൊവ്വാഗ്രഹത്തിലേക്ക് വരെ മനുഷ്യനെ എത്തിക്കുമെന്ന് തുറന്നു പറഞ്ഞ ലോകത്തിലെ സാങ്കേതിക വിപ്ലവകാരിയോട് ട്രംപിന് ഇത്ര പ്രിയം തോന്നാൻ കാരണം എന്തായിരിക്കും? നമുക്ക് പരിശോധിക്കാം. അമേരിക്കയുടെ അമരക്കാരനായി വൈറ്റ് ഹൗസിലേക്ക് തിരികെ എത്തുകയാണ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ തന്റെ വരവിൽ ഉറ്റ സുഹൃത്തായ ഇലോൺ മസ്കിന്റെ വലം കൈ തന്റെ ഇടം കൈയിൽ ചേർക്കാൻ പ്രത്യേകം ട്രംപ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിർണായക ചാലകശക്തിയായത് ഇലോൺ മസ്ക് എന്ന ബ്രാൻഡ് കൂടിയാണ്. ട്രംപിന്റെ വിജയം റിപ്പബ്ലിക്കൻ പാർട്ടിയുടേത് മാത്രമായിരുന്നില്ല, അത് ഇലോൺ മസ്ക് എന്ന ബ്രാൻഡിന്റെ കൂടിയാണ്. അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ പ്രതിരൂപമായ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റാകുമ്പോൾ നിർണായക സ്ഥാനത്ത് മസ്ക് കടന്നു വരുന്നു. മസ്കിന് വേണ്ടി പുതിയൊരു വകുപ്പ് തന്നെ ട്രംപ് സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി, അതായത് DOGE എന്നാണ് അതിന്റെ പേര്. സർക്കാർ സംവിധാനങ്ങളുടെ കാര്യക്ഷമത കൂട്ടുക എന്ന ലക്ഷ്യമാണ് ഡിപ്പാർട്ട്മെന്റിന് ഉള്ളത്. ദിവസത്തിൽ ഒരാൾ 12 മണിക്കൂർ ജോലി ചെയ്യണം എന്നതാണ് മസ്കിന്റെ പ്രഖ്യാപിത നയം തന്നെ. തന്റെ കമ്പനികളിൽ ജോലിക്കാരെ ഇതിനായി മസ്ക് നിർബന്ധിക്കാറുമുണ്ട്. അമേരിക്കക്കാരെ മുഴുവൻ ഇതേ നിലവാരത്തിൽ എത്തിക്കാനാണ് പുതിയ വകുപ്പും അതിന്റെ തലപ്പത്ത് മസ്കും എത്തുന്നത്. ശരിക്കും ട്രംപിന് ഇത്രത്തോളം പ്രിയനാകാൻ മസ്ക് എന്താണ് ചെയ്തത്? ട്രംപ് ഭരണകാലത്ത് ഇലോൺ മസ്കിന്റെ സ്വാധീനം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. സ്പേസ് എക്സ്, ടെസ്ല, മറ്റ് തകർപ്പൻ സംരംഭങ്ങൾ എന്നിവയുടെ പിന്നിലുള്ള ദീർഘവീക്ഷണമുള്ള സംരംഭകനായ ഇലോൺ മസ്ക് ട്രംപിന്റെ ഒന്നാം വരവിൽ വലിയ ശക്തിയായി തീരുകയായിരുന്നു. ആദ്യത്തെ ട്രംപ് ഭരണകൂടത്തിന്റെ കീഴിലായിരുന്നു ശതകോടീശ്വരനായ ഇലോൺ മസ്കിന്റെ ഉദയം പോലും. അത്രനാളും ലോകത്തിന് കാര്യമായ അറിവില്ലാതിരുന്ന ഒരു ബിസിനസ്സുകാരൻ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാകുന്നത് ആ കാലഘട്ടത്തിലാണ്. 2017-2021 കാലത്ത് അമേരിക്കൻ സംസ്കാരത്തിലും ബിസിനസ്സിലും ഒരു പ്രധാന വ്യക്തിയായി അദ്ദേഹം ഉയർന്നു വന്നു. നയങ്ങളിൽ മസ്കിന്റെ നേരിട്ടുള്ള സ്വാധീനവും സൂക്ഷ്മവും ബഹുമുഖവുമായിരുന്നു. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, പൊതുവ്യവഹാരം എന്നിവയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം സ്പഷ്ടമായിരുന്നു. എന്തൊക്കെയായിരിക്കും ട്രംപ് ഭരണകൂടത്തിൽ ഇലോൺ മസ്ക് ഇത്തവണ ചെയ്യാൻ പോകുന്നത്? അതിൽ എടുത്തു പറയേണ്ടത് ബിസിനസ് സാമ്പത്തിക രംഗത്തെ അദ്ദേഹത്തിന്റെ ഇടപെടൽ തന്നെയാണ്. ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് പൊതുരംഗത്തും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും ശക്തമായ സാന്നിധ്യമായിരുന്നു മസ്ക്. 2017 തുടക്കത്തിൽ അദ്ദേഹം 2 ഉപദേശക സമിതിയിലേക്ക് നിയമിക്കുന്നുണ്ട്. സ്ട്രാറ്റജി ആൻഡ് പോളിസി ഫോറം, മാനുഫാക്ചറിംഗ് ജോബ്സ് ഇനിഷ്യേറ്റീവ്. ഈ റോളുകൾ മസ്കിനെ നവീകരണ സമ്പദ് വ്യവസ്ഥയുടെ വക്താവായി സ്ഥാപിക്കുകയും സാങ്കേതിക വിദ്യയ്ക്കും പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ മേഖലകൾക്കും അനുകൂലമായ നയങ്ങൾക്കായി വാദിക്കാൻ അദ്ദേഹത്തെ അനുവദിക്കുകയും ചെയ്തു. എന്നിരുന്നാലും പരിസ്ഥിതി പ്രശ്നങ്ങളോടുള്ള പ്രതിബദ്ധത പ്രകടമാക്കി കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള പാരീസ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്കയെ പിൻവലിക്കാനുള്ള ട്രംപിന്റെ തീരുമാനത്തിന് മറുപടിയായി മസ്ക് ഈ കൗൺസിലിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. ഇങ്ങനെ പോയിട്ടും മസ്കിന്റെ സ്വാധീനം കുറഞ്ഞിട്ടില്ല. ഓട്ടോമോട്ടീവ് വ്യവസായത്തിൽ ടെസ്ലയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന കാൽപ്പാടുകളും സുസ്ഥിര ഊർജ്ജ പരിഹാരങ്ങൾക്കായുള്ള അതിന്റെ പ്രേരണയും കൂടുതൽ പരമ്പരാഗതമായ ഉൽപാദന അർത്ഥത്തിലാണെങ്കിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഇദ്ദേഹം വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. മസ്കിന്റെ സംരംഭങ്ങൾ, പ്രത്യേകിച്ച് ടെസ്ല, നവീകരണത്തിന്റെയും പുരോഗതിയുടെയും പ്രതീകങ്ങളായി മാറി. ഫോസിൽ ഇന്ധനങ്ങളിലുള്ള ഭരണകൂടത്തിന്റെ ശ്രദ്ധയെ മാറ്റിമറിക്കാൻ ഇത് മതിയായിരുന്നു. അടുത്തത് പൊതുവ്യവഹാരത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ചാണ്. മസ്കിന്റെ സോഷ്യൽ മീഡിയ ഉപയോഗം, പ്രത്യേകിച്ച് ട്വിറ്റർ, ട്രംപിന്റെ കാലത്ത് പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ട്വിറ്ററിനെ സ്വന്തമാക്കിയത് പോലും ട്രംപിന് വേണ്ടിയായിരുന്നോ എന്ന് പോലും നമുക്കിടയ്ക്ക് തോന്നുന്ന വിധത്തിലായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നത്. ട്വിറ്ററിന് എക്സ് എന്ന പേരിട്ട് പുതിയ രൂപവും ഭാവവും നൽകാൻ മസ്കിന് സാധിച്ചു. ഇലോൺ മസ്കിന്റെ ട്വീറ്റുകളാകട്ടെ പലപ്പോഴും പ്രകോപനപരവും അതുപോലെ തന്നെ വിവാദപരവും ഒക്കെ ആയിരുന്നു. കാര്യമായ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഇവയ്ക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയുടെ പുരോഗതി മുതൽ ഓട്ടോമേറ്റീവ് ലോകത്തിലെ ജോലി, ഭാവി എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ പോലും സംവാദങ്ങൾക്ക് തുടക്കമിടാൻ ഇത്തരം പോസ്റ്റുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഹൈപ്പർ ലൂപ്പ്, മാർസ് കോളനിവൽക്കരണം തുടങ്ങിയ പദ്ധതികളെക്കുറിച്ചുള്ള മസ്കിന്റെ ധീരമായ പ്രഖ്യാപനങ്ങൾ അമേരിക്കൻ നവീകരണത്തെക്കുറിച്ചുള്ള ദേശീയ സംഭാഷണത്തിലേക്ക് വരെ എത്തിച്ചിട്ടുണ്ട്. ട്രംപിന്റെ ദേശീയ താൽപ്പര്യങ്ങളോടും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയിൽ അമേരിക്ക നേടിയ അപ്രമാദിത്വത്തോടൊക്കെ ചേർന്ന് വായിക്കേണ്ടതാണ് ഇതൊക്കെ. മാത്രമല്ല, പ്രത്യേക വിഷയങ്ങളിൽ ഭരണകൂടത്തെ വിമർശിക്കാൻ മസ്ക് ഭയപ്പെട്ടിരുന്നില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. ഉദാഹരണത്തിന് ടെക് വ്യവസായത്തിലെ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ബാധിക്കുന്ന ഇമിഗ്രേഷൻ നയങ്ങളിൽ അദ്ദേഹം തുറന്ന ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. സ്പേസ് എക്സിലെ മസ്കിന്റെ നേതൃത്വം ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത് ബഹിരാകാശ പരിവേഷണത്തിൽ ഒരു പ്രത്യേക താൽപ്പര്യം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ബഹിരാകാശ യാത്രയുടെ സ്വകാര്യവൽക്കരണവും ചൊവ്വയിലേക്കുള്ള ദൗത്യങ്ങൾക്കുമുള്ള പ്രേരണയും അമേരിക്കൻ അസാധാരണത്തിന്റെ ലക്ഷ്യങ്ങളൊക്കെ ആയി മാറുന്നുണ്ട്. 2020 സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ ബഹിരാകാശ പേടകം വഴി നാസ ബഹിരാകാശ യാത്രികരുടെ വിജയകരമായ വിക്ഷേപണം ഒരു സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തുകയും ബഹിരാകാശ പരിവേഷണത്തിൽ അമേരിക്കൻ നേതൃത്വം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ട്രംപിന്റെ വിവരണത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു.
നാസയുമായുള്ള മസ്കിന്റെ സഹകരണം വിജയകരമായ ഒരു പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയായിരുന്നു തീർത്തത്. ഇത് ബ്യൂറോക്രാറ്റിക് കാര്യക്ഷമതയില്ലായ്മ കുറയ്ക്കുന്നതിനും ബിസിനസ് നേതൃത്വം നൽകുന്ന സംരംഭങ്ങളെ വിജയിപ്പിക്കുന്നതിനുമുള്ള ട്രംപിന്റെ വീക്ഷണത്തെ ശക്തിപ്പെടുത്തുന്നതായിരുന്നു. ഇനി റിന്യൂവബിൾ എനർജി മേഖലയെക്കുറിച്ചാണ്. സർക്കാർ സംഭാഷണങ്ങളിൽ ഫോസിൽ ഇന്ധനത്തിന് പ്രാധാന്യം നൽകിയ ഒരു കാലഘട്ടത്തിൽ പുനരുപയോഗ ഊർജ്ജ സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മസ്കിന്റെ പങ്ക് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഒരു വൈദ്യുത വാഹന നിർമ്മാതാവ് മാത്രമല്ല, സൗരോർജ്ജ വിപണിയിലെ ഒരു പ്രധാന കളിക്കാരൻ കൂടിയായിട്ടായിരുന്നു അദ്ദേഹം ടെസ്ലയെ പ്രതിനിധീകരിച്ചത്. സുസ്ഥിരമായ ഊർജ്ജ ഭാവിക്ക് ആവശ്യമായിരുന്നു ഇത്. ഒരു ഹരിത സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള മസ്കിന്റെ കാഴ്ചപ്പാട് ഫോസിൽ ഇന്ധനങ്ങളെ അനുകൂലിച്ച ട്രംപ് ഭരണകൂടത്തിന്റെ ചില നയങ്ങളുമായി തികച്ചും വ്യത്യസ്തമായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന്റെ നിരന്തരമായ ശ്രമങ്ങൾ സുസ്ഥിരതയിലേക്കുള്ള ഒരു പൊതുമാറ്റത്തിന് കാരണവുമായി. ചുരുക്കത്തിൽ, ട്രംപ് ഭരണകാലത്തെ ഇലോൺ മസ്കിന്റെ സ്വാധീനം, സാങ്കേതിക കണ്ടുപിടുത്തം, അതുപോലെ തന്നെ പൊതുവ്യവഹാരം, സുസ്ഥിരതയുടെ വക്താവ് എന്നിവയിൽ അദ്ദേഹത്തിന്റെ ഇടപെടലിന്റെ കാലഘട്ടം കൂടിയാണ്. ഭരണകൂടവുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം സങ്കീർണമായിരുന്നു. യൂറോപ്യൻ രാഷ്ട്രീയത്തെ പതിവായി വിലയിരുത്തുന്ന മസ്കിന്റെ സ്വാധീനം അമേരിക്കൻ രാഷ്ട്രീയത്തിനപ്പുറത്തേക്കും വ്യാപിക്കുന്നതാണ്. എക്സിന്റെ ഉടമസ്ഥത അദ്ദേഹത്തിന് വിവിധ യൂറോപ്യൻ രാഷ്ട്രീയ വിഷയങ്ങളിൽ തന്റെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കാനും ലോകമെമ്പാടുമുള്ള ഉപയോക്താക്കളുമായി ഇടപെടാനും സുപ്രധാനമായ അവസരമാണ് നൽകിയത്. യൂറോപ്യൻ രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന്റെ ഇടപെടൽ ഏറെ ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപുമായുള്ള അടുത്ത ബന്ധം കണക്കിലെടുക്കുമ്പോഴാണ് ഇത് ശ്രദ്ധേയമാകുന്നത്. യൂറോപ്യൻ രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ പലപ്പോഴും വിവാദങ്ങൾക്ക് വഴിവെച്ചതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എക്സ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ നിയന്ത്രണങ്ങളുടെ പേരിൽ അദ്ദേഹം യൂറോപ്യൻ യൂണിയനുമായി അഭിപ്രായ വ്യത്യാസത്തിലുമായിരുന്നു. മസ്കിന്റെ സ്വാധീനവും ട്രംപ് മസ്ക് കൂട്ടുകെട്ടും കണക്കിലെടുക്കുമ്പോൾ യൂറോപ്യൻ രാഷ്ട്രീയത്തിൽ മസ്കിന്റെ ഇടപെടൽ കൂടുതൽ ശക്തമായി തുടരാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. അമേരിക്കയുമായും മറ്റ് ആഗോള ശക്തികളുമായി യൂറോപ്യൻ യൂണിയന്റെ ബന്ധങ്ങൾ കണക്കിലെടുക്കുമ്പോൾ മസ്കിന്റെ അഭിപ്രായങ്ങളും പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്നതിൽ സംശയമില്ല. ശരിക്കും ആരാണ് ഈ ഇലോൺ മസ്ക്? പഠന നാളുകളിൽ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത ഒരു പയ്യനിൽ നിന്നാണ് മസ്ക് ഈ രീതിയിൽ വളർന്നു വന്നത് എന്ന് പറയണം. ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിൽ 1971 ജൂൺ 28-നാണ് മസ്ക് ജനിച്ചത്. പകൽ സ്വപ്നങ്ങളിൽ മുഴുകിയ ബാല്യം മസ്കിന്റെ സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികൾക്കിടയിൽ പരിഹാസ കഥാപാത്രമാക്കി മാറ്റി. മസ്കിന് എന്തോ കുഴപ്പമുണ്ടെന്ന് കരുതി രക്ഷിതാക്കൾ വൈദ്യപരിശോധന വരെ നടത്തിയിട്ടുണ്ട്. നിർബന്ധിത സൈനിക സേവനം ഭയന്ന് ഇലോൺ മസ്ക് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കാനഡയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. അതാണ് ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയതും. 1989 അദ്ദേഹം കാനഡയിലാണ് ഡിഗ്രി പഠിച്ചത്. തുടർന്ന് 1992 തൻ്റെ സ്വപ്ന രാജ്യമായ US എത്തിച്ചേരുകയും അവിടെ പെൻസിൽവേനിയ സർവകലാശാലയിൽ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. US പഠന നാളുകളിൽ പ്രതിദിനം $1 മാത്രമായിരുന്നു മസ്ക് ചെലവാക്കിയത്. ഓറഞ്ചുകളായിരുന്നു പ്രധാന ആഹാരം. സഹോദരനുമായി ചേർന്ന് 1995 ആരംഭിച്ച കൊച്ചു കമ്പനിയിൽ നിന്നാണ് മസ്കിന്റെ ഭാഗ്യം തെളിയുന്നത്. പത്രങ്ങൾക്ക് ഓൺലൈൻ സിറ്റി ഗൈഡ് സോഫ്റ്റ്വെയർ നൽകുക എന്നതായിരുന്നു ബിസിനസ്. 1999 മസ്ക് പിന്നീട് എക്സ്കോം എന്ന ഓൺലൈൻ ബാങ്കിംഗ് കമ്പനി ആരംഭിച്ചു. ഒരു വർഷത്തിനു ശേഷം ഇത് പീറ്റർ തീൽ സ്ഥാപിച്ച സാമ്പത്തിക സ്റ്റാർട്ടപ്പ് കോൺഫിറ്റിയുമായി ലയിക്കുകയും പേപാൽ രൂപീകരിക്കുകയും ചെയ്തു. പിന്നീട് പേപാലിന്റെ CEO ആയി മസ്കിനെ തിരഞ്ഞെടുത്തു. പക്ഷേ അത് അധികനാൾ നീണ്ടു നിന്നില്ല. ബ്രാൻഡിങ്ങിലും മൈക്രോ മാനേജിങ്ങിലും നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ശേഷം 2000 പേപാലിൽ നിന്ന് മസ്കിനെ പുറത്താക്കുന്നു. പക്ഷേ അതും മസ്കിന് ഗുണം ചെയ്തു. അയാൾ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി. സ്വന്തമായി ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു. അക്കാലം മുതൽ തന്നെ ആഡംബര കാറുകളോടും മറ്റുമുള്ള മസ്കിന്റെ കമ്പം ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. മസ്കിന്റെ ചിന്തകളുടെയും സങ്കല്പങ്ങളുടെയും യഥാർത്ഥ വലിപ്പം ലോകം കണ്ടത് 2002 സ്പേസ് എക്സ് ആരംഭിക്കുന്നതോടെയാണ്. മസ്കിന് ആകാശമൊന്നും ഒരു പരിധിയേയല്ലെന്ന് പിന്നീട് കാലം തെളിയിച്ചു. ഭൂമിയിൽ നിന്ന് ആളുകളെ ബഹിരാകാശത്തെത്തിക്കാനും അവിടുന്ന് തിരിച്ചു ഭൂമിയിൽ എത്തിക്കാനും കഴിയുന്ന ബഹിരാകാശ ടാക്സികളെക്കുറിച്ച് ആരും ചിന്തിക്കാത്ത കാലത്ത് മസ്ക് ഇതിനായി സ്പേസ് എക്സ് പോലൊരു കമ്പനി സ്ഥാപിക്കുന്നത്. ചൊവ്വയെ ഭൂമിയുടെ കോളനിയാക്കുമെന്ന തരത്തിൽ ഒരു സാധാരണക്കാരൻ്റെ ചിന്താമണ്ഡലത്തിൽ നിന്ന് ആയിരക്കണക്കിന് പ്രകാശവർഷങ്ങൾ അകലെയുള്ള സ്വപ്നങ്ങളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും. എന്തായാലും ട്രംപിൻ്റെ വരവോടെ മസ്കിൻ്റെ സ്വാധീനം വർദ്ധിക്കുകയാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ലോക രാഷ്ട്രീയത്തിൽ പോലും. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.